നമസ്കാരം. പശ്ചിമേഷ്യയിൽ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനെ തകർത്ത് തരിപ്പണമാക്കാൻ ഇറാന്റെ മുതൽ കട്ടെടുക്കാൻ വേണ്ടി ശ്രമിച്ചു തുടങ്ങിയ അന്നു മുതൽ ഈ സംഘർഷം യുദ്ധമായി മാറി ഈ സമയം വരെ പശ്ചിമേഷ്യൻ മേഖലയിൽ വലിയ വിചിത്രമായ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. മാധ്യമങ്ങൾ ഇടയ്ക്കും തലയ്ക്കും അത് റിപ്പോർട്ടും ചെയ്യുന്നുണ്ട്. കൃത്യമായ ചില നിർണായക ഘട്ടങ്ങളിൽ, ചില പ്രത്യേക ഘട്ടങ്ങളിൽ, ചിലർക്കൊക്കെ ബുദ്ധിമുട്ടാകുന്ന ചില പ്രത്യേക ഘട്ടങ്ങളിൽ പെട്ടെന്ന് എവിടെയെങ്കിലും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ചില സ്ഫോടനങ്ങളുണ്ടാകും. ഉടൻ തന്നെ അമേരിക്ക പറയും ഇതിന് പിന്നിൽ ഇറാനാണ് ഇറാൻ കയറി പൊട്ടിച്ചെന്ന്. ഒരു ഉദാഹരണം, നമ്മുടെ ഹോർമൂസ് കടലിൽ ഈ അടുത്ത കാലത്ത് ഒരു കപ്പലിനെ ആക്രമിച്ചിരുന്നു. അതായത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള കരാർ, ആ തീരുമാനമായി ഇങ്ങോട്ട് വരുമ്പോൾ ആ കരാർ നടപ്പിലാക്കാൻ പാടില്ല എന്ന്, അതായത് ഇറാൻ അനുകൂലമായിട്ടുള്ള കരാറാണത്. സ്വാഭാവികമായിട്ടും ട്രംപിന് കുരുപൊട്ടും എന്നതുകൊണ്ട് അത് നടപ്പിലാക്കാൻ പാടില്ല എന്നതുകൊണ്ട് അത് പൊളിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക തന്നെ ഹോർമൂസിൽ ഒരു കപ്പലിനെ പൊട്ടിച്ചിട്ട് അത് ഇറാൻ്റെ പെരടിക്ക് ഇട്ടത് നമ്മൾ കണ്ടതാണ്. അത് വാർത്തകളിലൂടെ നമ്മൾ അറിഞ്ഞതാണ്. അതുപോലെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ മിസൈലോ ബോംബോ എവിടെയെങ്കിലും വീണ് പൊട്ടും. എന്നിട്ട് ഉടൻ തന്നെ അമേരിക്ക പറയും അതിൻ്റെ പിന്നിൽ ഇറാനാണ് എന്ന്. തൊട്ടു പിന്നാലെ ഇറാൻ ആകട്ടെ അത് പൂർണ്ണമായി നിഷേധിക്കുകയും ചെയ്യും. ഇറാൻ ആകുമ്പോൾ ചെയ്തെങ്കിൽ ചെയ്തു എന്നും ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല എന്ന് പറയുന്നതുകൊണ്ട് ലോകരാജ്യങ്ങൾക്ക് അവിടെ കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ അത് ചെയ്തിട്ടില്ല മറ്റാരാണെന്ന് മനസ്സിലാവും. പക്ഷേ മറുഭാഗത്ത് ഇസ്രായേലും അമേരിക്കയുമൊക്കെ ആയതുകൊണ്ട് വായ മൂടി മിണ്ടാതിരിക്കുകയും ചെയ്യും. ഇതായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കുമ്പോൾ ലോകരാജ്യങ്ങളിൽ ചിലർക്കൊക്കെ വലിയ സംശയങ്ങൾ തോന്നും. അത് സ്വാഭാവികമാണ്. ഈ അടുത്ത് UAE ഉണ്ടായിട്ടുള്ള സ്ഫോടനങ്ങളെ നമ്മൾ കാണേണ്ടതും ഈ ഒരു അർത്ഥത്തിൽ തന്നെയാണ്. ഈ സംഭവത്തിന് തൊട്ടു മുമ്പ് നടന്ന കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ നോക്കിയാൽ മതി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, UAE ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ, ഇവർ രണ്ടുപേരും കൂടി നിർണായകമായിട്ടുള്ള ഒരു ഫോൺ സംഭാഷണം നടന്നുകൊണ്ടിരിക്കുന്നു. സാധാരണ ഒരു സൗഹൃദ സംഭാഷണം അല്ലത്. കാര്യം പശ്ചിമേഷ്യയിലെ ഈ സംഘർഷ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിലെ അറബ് രാജ്യങ്ങളിൽ അമേരിക്കയുടെ സ്വാധീനം വലിയ തോതിൽ കുറഞ്ഞു വരുന്ന ഒരു സമയമാണ്. കാര്യം ഇറാൻ കയറി ആക്രമിക്കുന്നത് കൊണ്ട്, അമേരിക്കൻ താവളങ്ങളെ ആക്രമിക്കുന്നത് കൊണ്ട്, അമേരിക്കയുടെ ബേസുകളെ പോലും സംരക്ഷിക്കാൻ അമേരിക്കയ്ക്ക് കഴിയാത്തതുകൊണ്ട് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് അമേരിക്കയുടെ മേലുള്ള വിശ്വാസം കുറഞ്ഞു വരുന്നു. സ്വാഭാവികമായിട്ടും അത് സ്വാധീനവും കുറഞ്ഞു വരും. ഇതിനിടയിലാണ് അവർ തമ്മിലുള്ള സംസാരം. ഇറാനും ഒമാനും തമ്മിൽ ചില സുപ്രധാന ചർച്ചകൾ ഇതിനിടയിൽ നടക്കുകയും ചെയ്തിരുന്നു. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ അവരെടുക്കേണ്ട തീരുമാനങ്ങൾ അല്ലെങ്കിൽ എടുത്തുകൊണ്ടിരിക്കുന്ന തീരുമാനങ്ങളിൽ നിന്നൊക്കെ അമേരിക്കയെ, ട്രംപിനെ പരമാവധി മാറ്റി നിർത്തണമെന്നും അവരുടെ ആവശ്യം അവിടെ ഇല്ല എന്നും, ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ വ്യാപാര പാതയായിട്ടുള്ള ഹോർമൂസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം അറബ് രാജ്യങ്ങളും ഇറാനും ഇറാഖും ചേർന്ന് അല്ലെങ്കിൽ ഒമാനുമൊക്കെ ചേർന്ന് സ്വയം തീരുമാനിക്കണം എന്നൊക്കെയായിരുന്നു ആ ചർച്ചകളിലെ പ്രധാന ഉള്ളടക്കം എന്ന് പറയുന്നത്. ഇത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ്, നാണക്കേടാണ്. ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ അമേരിക്കയോടും ട്രംപിനോടും ഒക്കെ കാണിച്ചു തുടങ്ങിയിട്ടുള്ള അകൽച്ചയും എതിർപ്പുമൊക്കെ എങ്ങനെയാണ് മറികടക്കേണ്ടത്, അത് എങ്ങനെയാണ് അതിനെ നേരിടേണ്ടത് എന്നൊക്കെ ഭരണാധികാരികളെ നേരിട്ട് കണ്ട് സംസാരിച്ച് അവർ വീണ്ടും അമേരിക്കയുടെ പക്ഷത്ത് ഉറപ്പിച്ചു നിർത്തണം എന്ന വലിയ നയതന്ത്ര ലക്ഷ്യത്തോടെയാണ് ട്രംപ് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഫോൺ സംഭാഷണം നടത്തുന്നത്. ഏതാണ്ട് മണിക്കൂറുകൾ നീണ്ടുനിന്ന ഫോൺ സംഭാഷണമായിരുന്നു അത്. എന്നാൽ സംഭവിച്ചത് എന്താണ്? ട്രംപ് UAE ഭരണാധികാരിയും തമ്മിലുള്ള ആ നിർണായക സംഭാഷണം കഴിഞ്ഞ് കഷ്ടിച്ച ഒരു മണിക്കൂർ പിന്നിട്ടപ്പോൾ UAEയിൽ വലിയ 2 സ്ഫോടനങ്ങൾ നടക്കുന്നു. ഇറാനിൽ നിന്ന് വന്ന ബാലിസ്റ്റിക് മിസൈലുകളെ UAEയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തപ്പോഴാണ് ഈ സ്ഫോടനങ്ങൾ ഉണ്ടായത് എന്ന വാർത്തകൾ മിനിറ്റുകൾക്കകം പടർക്കുന്നു. അതായത് 2 സ്ഫോടനങ്ങൾ UAEയുടെ മണ്ണിൽ നടക്കുന്നു, അതിനെ അവർ തകർക്കുന്നു, അത് വന്നത് ഇറാനിൽ നിന്നാണ് എന്ന് പറഞ്ഞു പരത്തുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം തുടങ്ങിയിട്ട് മാസങ്ങളായി. തുടക്കത്തിൽ ഇറാൻ UAEക്ക് നേരെ തിരിഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് കുവൈറ്റിൽ, ബഹ്റൈനിലുമൊക്കെയാണ് നിരന്തരം ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അവിടുത്തെ അമേരിക്കൻ ബേസുകളിലാണ്. UAEയിൽ താരതമ്യേന വലിയ സമാധാനവും ശാന്തതയൊക്കെ നിലനിർന്നിരുന്നു. ഇറാൻ UAEയിലേക്ക് യാതൊരുവിധ ആക്രമണം നടത്തിയിരുന്നുമില്ല. എന്നാൽ ആ സമാധാന അന്തരീക്ഷമാണ് ഒരൊറ്റ രാത്രി കൊണ്ട് തകിടം മറിഞ്ഞത്. അത് തകിടം മറിയേണ്ടത് ആരുടെ ആവശ്യമാണ്? ഒരു വിഷയമുണ്ടാകുമ്പോൾ ആ വിഷയത്തിൽ നിന്ന് ആർക്കാണ് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതെന്ന് നോക്കിയാൽ മതി, ആരാണത് നടത്തിയതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇവിടെ UAEയും അമേരിക്കയും തമ്മിൽ ധാരണ വരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. UAEക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അത്ര കണ്ട് വിശ്വാസമില്ലാത്തൊരവസ്ഥ വരുന്നു. ആ സമയത്ത് ഞങ്ങൾ സംരക്ഷിച്ചോളാം, ഞങ്ങൾ ഏറ്റു എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് UAE ഭരണാധികാരിയുമായി വിളിച്ച് സംസാരിക്കുന്നു. ആ സംസാരം നടന്ന്
1 മണിക്കൂറിനുള്ളിൽ UAE ഇറാൻ മിസൈൽ അയച്ച് പൊട്ടിക്കുന്നു. എങ്ങനെയുണ്ട്? ഇതിൽ നിന്ന് നമുക്ക് കഥ വായിച്ചെടുത്തൂടെ? ഇത് ബാക്കിയുള്ളവർക്ക് ഇത് മനസ്സിലാവില്ല എന്നാണ് തോന്നുന്നത്. സ്ഫോടനം നടന്ന ഉടൻ തന്നെ ഇറാൻ അതിൽ പ്രതികരിച്ചിട്ടുണ്ട്. തങ്ങൾക്ക് ഈ ആക്രമണവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഞങ്ങൾ UAE മിസൈൽ അയച്ചിട്ടുമില്ല, അതുകൊണ്ട് ഇത് ഇറാൻ്റെ പെരടിക്ക് വെച്ച് കെട്ടാൻ നിങ്ങൾ നിൽക്കണ്ട. അത് ഇറാൻ അസന്നിഗ്ധമായിട്ട് പറഞ്ഞു. അത് ശരിയാണ്, കാര്യം അവർ ചെയ്തെങ്കിൽ ചെയ്തു എന്ന് തന്നെ പറയും. കാര്യം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സംയുക്ത ആക്രമണത്തിൽ ഇറാൻ്റെ ഭരണാധികാരികൾ ഒറ്റ സെക്കൻഡോട് ഇല്ലാതായപ്പോൾ, മരിച്ചോ ഇല്ലയോ എന്ന് മറ്റ് ഭരണ സംവിധാനങ്ങൾ സംശയിച്ച് നിന്നപ്പോൾ എല്ലാവരും കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞത് ഇറാനാണ്. സാധാരണഗതിയിൽ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല എന്ന് പറയുള്ളൂ. നമുക്കറിയാലോ, അമേരിക്കയുടെ സൈനിക താവളങ്ങളിൽ അമേരിക്കൻ പട്ടാളക്കാർ കൊല്ലപ്പെടുമ്പോൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം എബ്രഹാം ലിങ്കണിൽ നടന്നിട്ടുള്ള തമ്മിലടി, അതിൽ 7 പേർ കൊല്ലപ്പെട്ടപ്പോൾ അതൊന്നും അമേരിക്ക അംഗീകരിച്ചിട്ടില്ല. എന്നാൽ ഇറാൻ അങ്ങനെയല്ല. ഇറാൻ ചെയ്തെങ്കിൽ ചെയ്തു എന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. തങ്ങൾക്ക് അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടിയെന്ന് പറയും. ഏതായാലും ഈ വിഷയം ഇറാൻ നിഷേധിച്ചിട്ടുണ്ട്. വർഷങ്ങളായിട്ടുള്ള പഴയ പ്രശ്നങ്ങളെല്ലാം മറന്ന് അറബ് രാജ്യങ്ങളും ഇറാനുമൊക്കെ അടുത്തുകൊണ്ടിരിക്കുന്ന നല്ല സുഹൃത്തുക്കളായി മാറുന്ന അതൊക്കെ ആ ഒരു സാഹചര്യത്തിലാണ് അതൊക്കെ തടയാൻ വേണ്ടി ഇസ്രായേൽ നടത്തുന്ന ബോധപൂർവമായ ചില നീക്കങ്ങൾ. ആ നീക്കമാണ് ഇത് എന്നാണ് ഇറാൻ പറയുന്നത്. അതായത് ഇറാനും പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായി നല്ല ബന്ധം ഉണ്ടായി വരുമ്പോൾ അവിടെ തകർന്നു പോകുന്നത് ഇസ്രായേലിൻ്റെ പ്രതീക്ഷകൾ. അപ്പോൾ ഇസ്രായേൽ കരുതി കൂട്ടി ചെയ്തതാണ് എന്നിട്ട് ഇറാൻ്റെ പെരടിക്ക് വെച്ചു. എന്നാൽ UAEയുടെ പ്രതികരണം ഇതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ്. ഈ ആക്രമണം നടത്തിയത് ഇറാൻ തന്നെയാണ് എന്നതിന് തങ്ങളുടെ പക്കൽ വ്യക്തമായ തെളിവുകളുണ്ട് എന്നാണ് UAE തറപ്പിച്ച് പറയുന്നത്. അതോടെ ഒതുങ്ങിയതുമില്ല, ഇറാനുമായിട്ടുള്ള എല്ലാത്തരം വ്യാപാര ബന്ധങ്ങളും നയതന്ത്ര ബന്ധങ്ങളുമൊക്കെ പൂർണ്ണമായി വിച്ഛേദിക്കുകയാണ് എന്നും അവർക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്നും UAE പ്രഖ്യാപിക്കുന്നതും അതിന് പിന്നാലെയാണ്. ഇവിടെയാണ് നമ്മൾ ആ ടൈമിംഗ് ശ്രദ്ധിക്കേണ്ടത്. ട്രംപുമായിട്ട് സംസാരിച്ചിട്ട് ഒരൊറ്റ മണിക്കൂർ തികയുന്നതിന് മുമ്പ് സ്ഫോടനം നടക്കുന്നു. തൊട്ടു പിന്നാലെ അമേരിക്ക ഇറാനെതിരെ ഉപയോഗിക്കാറുള്ള അതേ ഉപരോധ രീതികൾ അതേപടി പകർത്തി UAE ഇറാനെ പൂർണ്ണമായി ഒറ്റപ്പെടുത്താൻ തീരുമാനിക്കുന്നു. അത് ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ നിരീക്ഷകരിൽ സംശയങ്ങൾ ഉണ്ടാക്കുന്നു. ഒന്ന് നോക്കിയാൽ മതി, ഈ സംശയത്തിൻ്റെ പിന്നിൽ കാര്യങ്ങൾ മനസ്സിലാവും. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ, അത് നമുക്ക് ഒരു തർക്കവും കൂടാതെ പറയാൻ പറ്റും. ഇറാനെ മനഃപൂർവ്വം ഈ യുദ്ധത്തിലേക്ക് വലിച്ചടയ്ക്കാനും അറബ് ലോകത്ത് ഇനിയും കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്വീകാര്യത പൂർണ്ണമായി ഇല്ലാതാക്കാനും വേണ്ടിയിട്ട് ആരെങ്കിലും മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു തിരക്കഥയാണോ ഇത് എന്ന ചോദ്യം ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും ശക്തമായി ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ അങ്ങനെയല്ല ഇറാനെ കുറ്റപ്പെടുത്തിക്കൊണ്ടായിരുന്നിരുന്നത്. ഇനി അതല്ല, ഇനി ഇത് ഇറാൻ തന്നെ ചെയ്തതാണ് എന്ന് നമ്മൾ വിശ്വസിച്ചാൽ പോലും അതൊരു കടുത്ത യുദ്ധ വിളിയാണ്. ഗൾഫ് മേഖലയിലേക്ക് നേരിട്ട് കടന്നു കയറി അമേരിക്കൻ സൈനികരെ ലക്ഷ്യമിടുമെന്നും അവരെ പിടികൂടിക്കഴിഞ്ഞാൽ പാരിതോഷികം നൽകുമെന്നൊക്കെ ഇറാൻ്റെ വിപ്ലവ ഗാർഡുകൾ മുമ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആ നിലയ്ക്കുള്ള ഒരു പ്രകോപനപരമായി ഇതിനെ കാണാമെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇറാൻ അങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കുമോ എന്ന ചോദ്യം ബാക്കിയാണ്. ഇറാൻ ചെയ്യാറില്ല. ഇറാൻ ചെയ്യുമെങ്കിൽ അത് ചെയ്തെന്ന് പറയുകയും ചെയ്യും. മറുഭാഗത്ത് ഇറാൻ്റെ വാദം നമ്മൾ പരിശോധിച്ചാൽ ഇവിടെ ഇസ്രായേലിൻ്റെ ഇടപെടലുകളെ പൂർണ്ണമായി തള്ളിക്കളയാൻ പറ്റില്ല. പശ്ചിമേഷ്യയിൽ സമാധാനം ഉണ്ടാകുന്നതും ഗൾഫ് രാജ്യങ്ങളും ഇറാനും തമ്മിൽ വലിയ സൗഹൃദത്തിലാകുന്നതും ഹോർമൂസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം ഇറാൻ അറബ് കൂട്ടായ്മയുടെ കൈകൾ എത്തുന്നതും ഇസ്രായേലിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഒരു കാരണവശാലും അവർക്ക് സഹിക്കാൻ പറ്റില്ല. ഇറാൻ സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും വളരുകയും സുരക്ഷിതമായ ആണവ പരീക്ഷണങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്താൽ അത് ഇസ്രായേലിൻ്റെ സുരക്ഷയ്ക്ക് തന്നെ വലിയ ഭീഷണിയായിട്ടാണ് നെതന്യാഹു അല്ലെങ്കിൽ ഇസ്രായേൽ കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് ഇറാൻ എക്കാലത്തും ഇതുപോലെ ഒറ്റപ്പെട്ട് നിന്നതുപോലെ എക്കാലത്തും ഒറ്റപ്പെട്ട് തന്നെ നിൽക്കണമെന്നും തകർന്ന് തരിപ്പണമാകണമെന്നുമാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അത് ഇസ്രായേലാണ് അത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അത് തന്നെ ബെഞ്ചമിൻ നെതന്യാഹു ആണ്, കൂട്ടത്തിൽ ഡൊണാൾഡ് ട്രംപുമാണ്. അതുകൊണ്ട് തന്നെ അറബ് ലോകത്തെയും ഇറാനെയും വീണ്ടും ശത്രുക്കളാക്കി മാറ്റാൻ, ഇപ്പോൾ ഒരു യോജിപ്പ് വരുന്നതിനെ ഒഴിവാക്കി ശത്രുക്കളായി മാറ്റാൻ ഇസ്രായേൽ നടത്തിയിട്ടുള്ള ഒരു രഹസ്യ നീക്കമാണോ ഇത് എന്ന സംശയമാണ് ഇന്ന് പ്രസക്തമായി നിൽക്കുന്നത്. ഈ സംഭവങ്ങൾ നടക്കുന്നതിനിടയിൽ UAE സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ വലിയ പരിഭ്രാന്തിയിലായിട്ടുണ്ട്. UAE ജനങ്ങളുടെ മൊബൈൽ ഫോണുകളിലേക്ക് അപകട മുന്നറിയിപ്പുകൾ വന്നു. മിസൈൽ ആക്രമണ സാധ്യത ഉണ്ട് എന്നും എല്ലാവരും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണം എന്നൊക്കെ ആ സന്ദേശത്തിൽ പറഞ്ഞു. എന്നാൽ വെറും 5-6 മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ എല്ലാം നിയന്ത്രണ വിധേയമായെന്നും ഭയപ്പെടേണ്ടതില്ല എന്നുമൊക്കെ അടുത്ത സന്ദേശം എത്തുകയും ചെയ്തു. തകർക്കപ്പെട്ട മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ കടലിൽ വീണു എന്നാണ് ഇപ്പോൾ പറയുന്നത്. എങ്കിലും UAEയുടെ സാമ്പത്തിക ജീവനാഡിയായിട്ടുള്ള ജബലൈലി തുറമുഖം ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകളെ ലക്ഷ്യമിട്ടാണ് ഈ ആക്രമണം നടന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ജനങ്ങളിൽ വലിയ ഭീതി ഉണ്ടാക്കിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഫോൺ സംഭാഷണം നടന്ന കൃത്യമായ സമയം, അതിന് തൊട്ടു പിന്നാലെ ഉണ്ടായിട്ടുള്ള സ്ഫോടനം, ഒട്ടും വൈകാതെയുള്ള UAE എടുത്തിട്ടുള്ള കടുത്ത നയതന്ത്ര തീരുമാനങ്ങൾ, ഇതെല്ലാം കൂടി ഒരുമിച്ചൊന്ന് ചേർത്ത് വായിക്കുമ്പോൾ ഇതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് ആർക്കും തോന്നിപ്പോകും.
ഇതൊരു വലിയ രാഷ്ട്രീയ കളിയുടെ തുടക്കമാണോ അതോ യഥാർത്ഥ യുദ്ധത്തിൻ്റെ തുടർച്ചയാണോ എന്നൊക്കെ ഇനി വരും ദിവസങ്ങളിലെ നമുക്ക് മനസ്സിലാവുള്ളൂ. കൂടുതൽ തെളിവുകൾ പുറത്തു വരുമ്പോൾ മാത്രമേ നമുക്ക് വ്യക്തമാകുള്ളൂ. ഏതായാലും പശ്ചിമേഷ്യ ശാന്തമാകാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും, അതായത് കള്ളൻ ട്രംപും, അതുപോലെ ഭീകരവാദിയായിട്ടുള്ള നെതന്യാഹുവും അവർ സമ്മതിക്കില്ല. അവർ കുതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് ഇറാനെ ഒറ്റപ്പെടുത്താനും പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ ഭിന്നിപ്പിച്ച് നിർത്താനും സദാ ശ്രമിച്ചുകൊണ്ടിരിക്കും എന്നതിൻ്റെ അവസാനത്തെ അടയാളം, ഇതുവരെ വന്നിട്ടുള്ളതിൽ അവസാനത്തെ അടയാളമാണ് ഈ മിസൈൽ ആക്രമണവും അതുപോലെ അതിൻ്റെ പ്രതിരോധവും ഇപ്പോൾ വരുന്ന വാർത്തകളും. Different angles. Don't forget to subscribe and support this channel.